എവിടെ അളിയാ അവള്? വെയിറ്റ് ചെയ്യാളിയാ, അവള് വരട്ട്. ഏത് സമയത്താണോ ഇങ്ങോട്ട് വരാൻ തോന്നിയത്? മര്യാദയ്ക്ക് ഉണങ്ങണം നിന്നാ മതിയായിരുന്നു. ഇനി വിഷമിച്ചിട്ട് എന്ത് കാര്യം? വരാനുള്ളത് വഴി തങ്ങിട്ടില്ലല്ലോ. എന്തായാലും നീ വന്ന് എനിക്കൊരു ആശ്വാസമായി. അയ്യടേ, എന്നോട് കൊണ്ട് പെടുത്തിയെന്ന് പോരാ, എന്നിട്ട് അവൾക്കത് ആശ്വാസമായെന്ന്. ഞാൻ മനഃപൂർവ്വം ചെയ്തല്ലോ. ഇങ്ങനൊരു അവസ്ഥ വന്നപ്പോൾ എനിക്ക് ആകെ അറിയാവുന്ന ചാരുവിൻ നമ്പരാ, അതുകൊണ്ടല്ലേ ഞാനത് വിളിച്ചത്. അല്ല, നിനക്ക് ഈ നാട്ടിൽ ഇഷ്ടം പോലെ ജോലി ഉണ്ടായിരുന്നല്ലോ, നീ എന്തിനാ ഈ കാട്ടുമാക്കാൻ അടുത്ത് വന്ന് പെട്ടത്? ഞാനൊരു അമ്മച്ചിയെ നോക്കാൻ വന്നതാ. അമ്മച്ചിയെ നോക്കാൻ ഹോം നേഴ്സിൻ്റെ ആവശ്യമാണെന്ന് കൺസൾട്ടൻസി പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് ആ അമ്മച്ചി എവിടെ? ശരിക്കും പറഞ്ഞാൽ അമ്മച്ചി ഇല്ല. ആ അമ്മച്ചി മരിച്ചിട്ട് 1 വർഷമായി. ആ അമ്മച്ചിയുടെ മകനായി ഈ കാട്ടാളൻ. ശരിക്കും പറഞ്ഞാൽ ഇയാളാ നോക്കാൻ ആളില്ലാത്തത്. അതിന് കള്ളം പറഞ്ഞിട്ടാ ഒരാളിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അത് ഞാൻ പിന്നെയല്ലേ അറിഞ്ഞേ. നിനക്ക് അന്നേരം തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടുകൂടായിരുന്നോ? അത് ഇയാൾ ആദ്യമേ ഇയാൾ ഇങ്ങനത്തെ കാട്ടാള സ്വഭാവം ഉണ്ടെന്ന് എനിക്കിങ്ങനെ അറിയാൻ പറ്റും. എൻ്റെ അടുത്ത് എത്ര സ്നേഹത്തോടെയാണെന്ന് പെരുമാറിയെന്ന് അറിയോ? ഒരു സാധുവായിരുന്നു അപ്പോഴും. സാധു ശരിക്കും പറഞ്ഞാൽ ഒരു അച്ഛനെ പോലെയാ പെരുമാറിയത്. അച്ഛനെ പോലോ? ഈ കാട്ടുമോക്കാനോ? നീ ഒന്ന് പോയേ. അതെ, നീ പറഞ്ഞാൽ വിശ്വസിക്കൂല. നീ എന്തായാലും പറ, ഇവിടെ എന്തായാലും പെട്ടുപോയില്ലേ? വിശ്വസിച്ചാലല്ലേ പറ്റൂ. പറ. മോള് ഫിലോസഫിയാണല്ലേ പഠിച്ചത്? അതെ സാർ. പിന്നെന്തിനാ ഈ ഹോം നേഴ്സിംഗ് ജോലിയിലെത്തപ്പെട്ട? ഞാൻ പഠിച്ച ഒരു ജോലിയും കിട്ടിയില്ല. കുറേ വെയിറ്റ് ചെയ്ത് തളർന്നതിന് ശേഷം ഈ ജോലി വന്നത്. ഇനിയുള്ള കാലം അവസരങ്ങൾ നോക്കി പഠിച്ചിട്ടേ കാര്യമുള്ളൂ. നമ്മുടെ നാട്ടിൽ എത്ര ആൾക്കാർ പഠിച്ചിട്ടാണ് ജോലി കിട്ടുന്നത്? അതുകൊണ്ട് ഓരോരുത്തർ ഓരോന്ന് പഠിക്കും, അപ്പോൾ വേറെ ജോലികൾ കിട്ടും. ഇതൊക്കെ മാറണം അല്ലേ മോളെ? അതെ സാർ. സത്യം പറഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്ന ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുട്ടി ജോലി ഫിക്സ് ചെയ്യാം. താങ്ക് യു സാർ. സന്തോഷമായില്ലേ? മോള് ശമ്പളം എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? ഞാൻ ഇങ്ങനത്തെ ജോലിക്ക് ആദ്യമായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് സാറിനെ പറഞ്ഞാൽ മതി. ഒരു 25,000 കുറഞ്ഞു പോയോ? സാർ വളരെ ഉപകാരം സാർ. സന്തോഷമായ? പിന്നെ വേറൊരു കാര്യം, താമസവും ഭക്ഷണവും സൗകര്യമൊക്കെ ഇവിടെ ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സമ്മതമാണോ? സമ്മതമാണ് സാർ. വെരി ഗുഡ്. മോളിവിടെ ഒരു അമ്മച്ചി നോക്കാനല്ലേ വന്നത്? അതെ. സത്യത്തിൽ അങ്ങനെ ഒരു അമ്മച്ചി ഇവിടെ ഇല്ല. മനസ്സിലായില്ല. ആ അമ്മച്ചി 1 വർഷം മുമ്പ് മരിച്ചു. അപ്പം പിന്നെ ഞാൻ ആരെ നോക്കാനാണ്? എന്നെ തന്നെ. സോറി സാർ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ജോലി വേണ്ട. മോളെ, മോള് എന്നെ ഉപേക്ഷിച്ച് പോവുകയാണ്. എൻ്റെ അമ്മച്ചി പോയാൽ പിന്നെ ഈ വീട്ടിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ പോലും എനിക്ക് ആരുമില്ല. മോൾക്കറിയോ ഈ വീട്ടിൽ ഞാൻ എന്താ ഒരു ദിവസം കഴിക്കുന്നത്? മോൾക്കറിയോ? രാവിലെ 1 ഗ്ലാസ് വെള്ളവും 2 നെല്ലിക്ക, ഉച്ചയ്ക്ക് 2 ഗ്ലാസ് വെള്ളവും 5 നെല്ലിക്ക, രാത്രി അതുപോലും ഉണ്ടാവാറില്ല മോളെ. മുഴുപട്ടിണി. ഈ അവസ്ഥയിൽ ഒരു അച്ഛനെ പോലെ കണ്ട് മോളിവിടെ നിൽക്കൂലേ? നിൽക്കൂലേ മോളെ? മോളെ നിൽക്കൂലേ? സാർ കരയൊന്നും വേണ്ട, ഒരു ജോലിക്കാരനെ കിട്ടുന്നവരെ വേണമെങ്കിൽ ഞാൻ നിൽക്കാം. പക്ഷെ പെട്ടെന്ന് കണ്ടുപിടിക്കണം. അത് ഞാൻ ശരിയാക്കാം. മോളിപ്പോൾ വേഗം കൊണ്ട് മുറിയിലേക്ക് പോയിക്കോ.
മോൾക്ക് ഇഷ്ടമുള്ള ഏത് മുറി വേണമെങ്കിലും എടുക്കാം. സ്വന്തം വീട് പോലെ കണ്ടാൽ മതി കേട്ടോ. ശരി സാർ. അയ്യോ മോളെ, സാറിനൊന്നും വിളിക്കണ്ട, അപ്പച്ചനെ പോലെ കണ്ടാൽ മതി. അപ്പച്ചാന്ന് വിളിച്ചു കേട്ടോ. എനിക്ക് അങ്ങനെയൊന്നും വിളിച്ച ആരും ശീലമില്ല സാർ. ഞാൻ സാറിന് തന്നെ വിളിച്ചോളാം. എന്നാൽ പിന്നെ മോൾക്ക് ഇഷ്ടമുള്ള പോലെ വിളിച്ചാൽ മതി. പിന്നെ മോള് ബാഗ് കൊണ്ടൊന്ന് റൂമിൽ വെച്ചിട്ട് അപ്പച്ചന് അല്ല സാറിനൊരു കടുപ്പമുള്ള ചായ കൊണ്ടുപോകാം കേട്ടോ. പിന്നെന്താ. ശരി. എന്താ മോള് ചായ ഉണ്ടാക്കിയത് നോക്കിയത്. ചായ ഇപ്പം തരാം. മോൾക്ക് വീടിഷ്ടമായോ? ആ, ഈ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അതങ്ങനെ അടക്കട്ടെന്നേ, പുറത്ത് ഭയങ്കര പൊടിയാ. തുറന്നിട്ടിരുന്നെങ്കിൽ കുറച്ച് വെട്ടം കയറിയതിനകത്തേക്ക്. ചായ എണ്ണം കിട്ടവളെ, ആരാണ് നിന്നെ ചായ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്? അവളെ ഓപ്പിലെ ചായ. മോളെ, അയ്യോ എണീക്കണ്ട, കിടന്നോ കിടന്നോ. ഇന്ന് ഞാൻ ദേഷ്യപ്പെട്ടത് മോക്ക് വിഷമായോ? അതൊന്നും കുഴപ്പമില്ല സാർ. ഞാനൊന്ന് ഇരുന്നോട്ടെ. എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് പോലെ ചായ കിട്ടാത്തതുകൊണ്ടാണ്, അതാ ഞാൻ രാവിലെ ദേഷ്യപ്പെട്ടത്. സാറിൻ്റെ അമ്മ ഇടുന്ന ചായ ടേസ്റ്റ് ഞാനിട്ടാൽ എങ്ങനെ കിട്ടാനാ? അത് പഠിക്കാന്നുള്ളതല്ലേ ഉള്ളൂ, സാവധാനം പഠിക്കാം. അതെങ്ങനെ? സാറിൻ്റെ അമ്മ മരിച്ചു പോയില്ലേ, പിന്നെ ഞാൻ എങ്ങനെ മനസ്സിലാക്കാനാ? എനിക്ക് ജോലി ശരിയാവില്ല സാറേ, എന്നെ പറഞ്ഞു വിട്ടേക്ക്. എന്നുവെച്ചാൽ നാളെ രാവിലെ ഞാൻ പോവും. നീ ഒരു പൂഞ്ഞാലിലോട്ട് പോവില്ല, മര്യാദയ്ക്ക് അടങ്ങി നീ കിടന്നോളെ. മോളെ ഒന്നുകളെ ഞാൻ എന്നിട്ട് എന്തായി? എന്നിട്ട് അയാളുടെ ഫോൺ അടിച്ചു മാറ്റിയാണ് ചാരുവിനെ ഞാൻ വിളിച്ചത്. നിനക്ക് ചാരുവിനെ വിളിക്കുന്ന സമയത്ത് വല്ല പോലീസുകാരനെ വിളിച്ചോടായിരുന്നോ? എന്നിട്ട് വേണം ഇയാളെന്നെ തട്ടാൻ. നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടാലേ പറ്റത്തുള്ളൂ. അങ്ങനെ നീയൊക്കെ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കണ്ട. രക്ഷപ്പെടാൻ നോക്കിയാലേ നിങ്ങൾ പുറത്തിറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. അഥവാ നിങ്ങൾ പുറത്തിറങ്ങിയാൽ ഞാൻ ഈ റിമോട്ട് ഞെക്കും. എന്തിനാ? TV കാണാനാണോ? ഞങ്ങളെ പുറത്തിറക്കിയിട്ട് സാർ എന്ത് വേണമെങ്കിലും കണ്ടോ. ഇത് TV കാണുന്ന റിമോട്ടല്ല. ഈ വീടിന്റെ മുറ്റത്ത് ഞാൻ 2 ബോംബ് കുഴിച്ചിട്ടിട്ടുണ്ട്. നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഞാനിത് അമർത്തുമ്പോൾ രണ്ടുപേരും അങ്കിളിന് എന്താ വേണ്ടേ? സമാധാനം, സമാധാനം. നിങ്ങൾ രണ്ടുപേരും എന്നെ അനുസരിക്കുന്നുണ്ടല്ലോ, ആ ഒരു സമാധാനം. യു ആർ മൈ അണ്ടർ കൺട്രോൾ. അയാൾക്ക് മുഴുത്ത പ്രാന്താ. നീ ഇവിടുന്ന് പുറത്ത് കിടക്കാൻ എന്തെങ്കിലും വഴി പറ. എടി അവൾമാര് പുറത്ത് നിപ്പുണ്ട്, ഞാൻ ഇതിനകത്ത് പെട്ടു എങ്ങനെ അവൾമാരെ അറിയിക്കും? നമുക്ക് എന്തെങ്കിലും സിഗ്നൽ കാണിച്ചാലോ? എന്ത്
സിഗ്നല്? നമുക്ക് കൊടി പോയി കാണിച്ചാലോ? ഏത് പാർട്ടിയുടെ കൂടി? പാർട്ടിയുടെ കൊടിയല്ല, ഡേഞ്ചർ സിഗ്നൽ ഇല്ലേ, ചുമന്ന തുണി കാണിക്കുന്നത്. ഓ, റെഡ് തുണി വെച്ചിട്ട്. അത് പക്ഷെ നമ്മൾ എങ്ങനെ കാണിക്കും? അതിന് വഴി ഉണ്ടാക്കാം. എന്ത് വഴി? എടാ അവള് പോയിട്ട് ഇപ്പൊ കുറെ നേരമായില്ലേ, എന്താണ് ഇത്രയും നേരം തിരിച്ചു വരാത്തത്? എടി ഇനി അവളെ അങ്ങേരെ കൊണ്ടല്ലേ ഇൻഷുറൻസ് എല്ലാം എടുപ്പിക്കുന്നുണ്ടാവോ? എടി ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നെഗറ്റീവ് ആണെങ്കിൽ അളിയാ എനിക്ക് കേൾക്കണ്ട. എന്റെ പൊന്നു നെഗറ്റീവ് ഒന്നും അല്ല, പിന്നെ ഞാനൊരു ഫാക്റ്റാ പറയുന്നത്, കേക്ക്. പറ. എടി ഇപ്പൊ അവള് പോയില്ലേ, ഇത്രയും നേരമായില്ലേ, മറ്റേ അവള് പെട്ട പോലെ അവളെ ഇനിയിപ്പോ അവിടെ പൂട്ടിയിട്ടുണ്ടാവോ? എന്റെ അളിയ നീ ഡാർക്ക് അടിപ്പിക്കില്ലേ, ചുമ്മാ ഇരിക്കും. എടി ഞാൻ ഡാർക്ക് അടിപ്പിക്കുന്നൊന്നും അല്ല, വലിയ ഡിറ്റക്റ്റീവ് ഒന്നും അല്ല, എന്നാലും എനിക്കൊരു പേടിയടി. ഇനി ഒരു കാര്യം ചെയ്യും, ആ ഫോൺ എടുത്തിട്ടൊന്ന് അവളുടെ നമ്പറിലേക്ക് വിളിച്ച്. വിളിക്കണോ? വേഗം വിളിച്ചു നോക്ക്. എടി അവള് സ്വിച്ച് ഓഫ് ഇടി. സ്വിച്ച് ഓഫാ? എടി ഇത് തന്നെയല്ലേ ഞാൻ പറഞ്ഞ ഡൗട്ട്, ഇപ്പൊ സത്യമായോ? ഇനി അവളെ കുടുക്കിയിട്ടുണ്ടാവോ അവന്മാര്? ഇത് തന്നെയല്ലേ ഞാൻ പറഞ്ഞേ, ഒരു 5 സിനിമ അങ്ങനെ ചെയ്തൊരു എക്സ്പീരിയൻസ് കൊണ്ടാ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത്. ഇനിയിപ്പോ എന്താ ചെയ്യോ നമ്മള്? അളിയാ അവിടെ നിന്ന് തുണി കാണിക്കുന്ന അളിയാ. ശരിയാണല്ലോ, കാക്കി ഓടിക്കണായിരിക്കും ഓടി. അളിയ കാക്ക ഓടിക്കുന്ന ഒരു ബ്ലാക്ക് കളർ തുണിയല്ലേ, ഇത് റെഡ് അല്ലേ? അളി ഇതെന്തോ ഡേഞ്ചർ സിഗ്നൽ ആണെന്ന് തോന്നുന്നു. നീ പറഞ്ഞിട്ട് അവരെ വല്ല കുടിക്കിട്ടുണ്ടാവും അങ്ങേര്. കണ്ട് എനിക്ക് തോന്നി. നീ വന്നേ. ഭയങ്കര ഭയങ്കര ഇറങ്ങി വാ. ഇവിടെ ഇതില്ല, ചാടി ഇറങ്ങി വാ. നീ ഇരിക്കാനത് അവിടെ ചാടി ചാട് ചാട്. അവരെന്തോ എടി അവർ രണ്ടുപേരും അവിടെ ഉണ്ട്, പക്ഷെ അങ്ങേരെ അവിടെ അവരെ പൂട്ടിയിട്ടേക്കുവാണ്. അവിടെ എത്ര പേരുണ്ട്? ഒറ്റ ഒരാളെ ഉള്ളൂടി. എനിക്ക് ഒറ്റ ആളുള്ളെങ്കിൽ നമുക്ക് കൂലി ആരെങ്കിലും വിളിച്ചിട്ട് കയറി ഇങ്ങോട്ട് അടിച്ചൂടെ? എടി അങ്ങേരെ മുറ്റത്തെന്തോ ബോംബ് കുഴിച്ചിട്ടേക്കുവാന്ന്. ബോംബാ? ആളത് തീവ്രവാദിയാ? ആർക്കറിയാം. ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ ഒരു കാര്യം ചെയ്യ്, ഈ ഫ്രണ്ടിലെ ഡോറിൽ കൂടെ നൈസിനെ അങ്ങേരെ അടുത്ത് പോയിട്ട് അങ്ങേരെ ശ്രദ്ധ എങ്ങനെ മാറ്റാൻ നോക്ക്. ഞാനാ? പിന്നല്ലാണ്ട് നീ തന്നെ പോണം. ഞാൻ നൈസിനെ ബാക്ക് വഴിയെല്ലാം പോകാൻ നോക്കാം. എടി അവർക്ക് ആ ബാക്കിൽ കൂടെ ഇറങ്ങി വന്നാ പോരെ? എന്റെ അളി അവിടെ റൂമിൽ ലോക്കിട്ട് പൂട്ടിയേക്ക് വന്ന്. എന്ത് ദുരന്തമാണ്. നീ പോ, സമയമില്ലളി, ഒന്ന് പോ, ചെല്ല്. ഭാഗ്യമുണ്ടേ നമുക്ക് പിന്നെ കാണാടി. ഒന്ന് പോ. എടി ഒരു കാര്യം കൂടി. എന്തുവാ? എങ്ങാനും എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പത്രത്തിൽ അസിസ്റ്റന്റ് ക്യാമറാമാൻ ഇടരുത്, ലേഡി സിനിമാറ്റോഗ്രാഫർ എന്ന് പറഞ്ഞാൽ പ്ലീസ്. ദുരന്തം ഒന്ന് പോ, ഇത്തിരി പോ. പോണിയാ. എനിക്കെല്ലാം ചെയ്യാൻ പറ്റണേ. ഹലോ, ഇവിടെ ആരുമില്ലേ? ആരുമില്ലേ? ആരാ? ഹായ് അങ്കിൾ, മൈസെൽഫ് ചാരുലത. ഞാൻ ഈ സിനിമയിലൊക്കെയാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഈ വീടൊന്ന് ഷൂട്ടിന് കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാ. സോറി, എനിക്ക് ഈ സിനിമയെന്ന് പറഞ്ഞ സാധനം ഇഷ്ടമേ അല്ല. വേണ്ട അങ്കിൾ, ഇഷ്ടപ്പെടണ്ട. ജസ്റ്റ് ഈ ഒന്ന് ഷൂട്ട് ചെയ്യാൻ തരൂ ഈ വീട്. നോ, നെവർ. അങ്കിളെ ഞങ്ങൾ റെന്റ് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്ര വേണേലും റെന്റ് കൊടുക്കും നമ്മൾ ഈ ഷൂട്ടിന് വേണ്ടി. എത്ര കൊടുക്കും? ഞങ്ങൾ ഒരു ദിവസം മിനിമം എന്തായാലും ഒരു 15,000 രൂപ തരും. 15,000 രൂപ? 1 ലക്ഷം കിട്ടും? 1 ലക്ഷം രൂപ ഞങ്ങൾ അങ്കിളിന് തരാം. കിട്ടുമോ? ഓ പിന്നെന്താ. എന്നാ ആ സിനിമയുടെ കഥ എനിക്കൊന്ന് കേൾക്കണം. ഓ തീർച്ചയായിട്ടും. അകത്തോട്ടിരിക്കാം. വരാം അങ്കിളെ. വരൂ, ഇരിക്കൂ. എന്താ മോളുടെ സിനിമയുടെ പേര്? ഇപ്പൊ ശരിയാക്കി തരാം. ഇപ്പൊ ശരിയാക്കി തരാം. നല്ല പേരാണല്ലോ.
മോള് ദിയയുടെ ഫ്രണ്ടാണോ? ആ അതെ അതെ അതെ. അല്ല ഏത് ദിയാങ്കള്? എനിക്ക് ദിയാനൊന്നും അറിയത്തില്ല. അഭിനയിക്കല്ലേ, കൂടുതൽ അഭിനയിക്കല്ലേ. കത്തി മാറ്റി ദേഹത്തോണ്ട ചോര വരും. പ്ലീസ് ചോര വരും. ചോര വരട്ടെ വരട്ടെ, നിന്നെ ഞാൻ ഇവിടെ ഇട്ട് കുത്തിക്കൊല്ലും. ഏതാടി മുട്ടച്ചി? കെട്ടടിക്കാൻ തനിയെ കൊല്ലണോ അല്ലോടോ? ഞാൻ കൊറേ കൊല്ലും. എന്നാ അഴിച്ചുകൂടാ, പൈസ എത്ര വേണമെങ്കിലും തരാം. എന്തോ തരണ്ട, പൈസ വെച്ചാൽ അളിയെ പെട്ടെന്ന് വാ. ഈ പന്നക്കനെ പിടിച്ച് കെട്ടിട്ടാ ഇനി വേണം ഏക്ക് എട്ടോണം കൊടുക്കാൻ. പിടിച്ചോ, നോക്കി കൊടുക്കലിയാ. എനിക്ക് കൊടുക്കൊന്നും വേണ്ട. ഞാനേ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാ വയസ്സായ ഒരാളെ അടിക്കുന്നത്. ഇതൊന്നും പോരാ. താൻ എന്തിനാണ് വെറുതെ ഇവളെ വിളിച്ച് പൂട്ടിയിട്ടത്? എന്നെ അനുസരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കറിയോ, എൻ്റെ ഭാര്യ എന്നെ അനുസരിക്കാറേയില്ല. ഞാൻ പറയുന്നൊന്നും അവൾ കേൾക്കുകയില്ല. ഒരു ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ചായ പോലും ഇട്ട് തരാതെയാണ് അവൾ ഇറങ്ങിപ്പോയത്, അറിയാമോ? അന്ന് ഞാൻ തീരുമാനിച്ചതാ, ഞാൻ പറയുന്നത് അനുസരിച്ച് ജോലി ചെയ്യുന്നവർ മാത്രം ഇവിടെ നിന്നാൽ മതിയെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇവളെ പൂട്ടിയിട്ട്. അല്ലേ മോളെ? ഓഹോ, തന്റെ ഭാര്യ വെറും ജോലിക്കാരി മാത്രമായിരുന്നോ ഇവിടെ? തന്റെ സ്വഭാവത്തിന് ആരെയും തന്നെ കളഞ്ഞിട്ട് കൂടോ അളിയാ? രണ്ടും കൂടെ കൊടുത്താൽ ഇങ്ങേർക്ക് എന്തിന് ഈ കൊടുത്തതൊക്കെ തന്നെ ധാരാളം ഇയാക്കും. ഇനി ഒരാൾ ഇങ്ങനെ കാണിക്കാത്ത നമുക്ക് ഇയാളെ പോലീസിൽ പിടിച്ചു കൊടുത്താലോ? വേണ്ടടി അളിയാ, 2 ദിവസം കഴിയുമ്പോൾ ഇയാളെ ജാമ്യത്തിന് വെളിയിറങ്ങോളിയാ. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കെട്ടിട്ട് തന്നെ പോവാളിയാ. കെട്ടഴിച്ചു വിടാൻ പറഞ്ഞു. അയ്യോ, എന്റെ റിമോട്ട്. ഇനി താൻ എങ്ങനെ ബോംബ് പൊട്ടിക്കുന്ന എനിക്കൊന്ന് അറിയാം. അയ്യോ, അത് ബോംബും കുന്തവും പൊട്ടിക്കാനുള്ള റിമോട്ടല്ല, പിന്നെ എനിക്ക് സീരിയൽ കാണാനുള്ള റിമോട്ടാണ്. സീരിയലോ? താനല്ലേ പറഞ്ഞത് എനിക്ക് സിനിമ സീരിയലോ ഒന്നും ഇഷ്ടമല്ലെന്ന്? സിനിമ എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ സീരിയൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താണ്. എന്നെ അഴിച്ചുവിട്, അയ്യോ എന്നെ അഴിച്ചുവിട്. അയ്യോ എന്നെ അഴിച്ചുവിടുന്ന നാട്ടുകാരെ, കെട്ടത് അഴിച്ചു.